ടൊമ്മിച്ചൻ ടിപ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിരവധി വീഡിയോകൾ വന്നിട്ടുണ്ട്. റിട്ടയർമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് പേര് വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കമൻറ്റുകളൊക്കെ ശരിയാണോ എന്ന് അറിയാൻ നമ്മൾ കുറച്ച് ആളുകളിലേക്ക് നേരിട്ട് എത്തുകയാണ്. അപ്പോൾ അവരുടെ കമൻറ്റ്സ് എന്താണ്, അവരുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ചേട്ടാ നമസ്കാരം. ചേട്ടനെ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മനസ്സിൽ ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ട്, പക്ഷെ അതനുസരിച്ച് പോകുന്നില്ല, അതാണ് പ്രശ്നം. റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമുക്കങ്ങനെ റിട്ടയർമെൻ്റ് ആയിട്ടൊന്നുമില്ല. ഓക്കെ, ഇൻ കേസ് റിട്ടയർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? അങ്ങനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടില്ല. കൈക്കും കാലിനും ബലമുള്ളിടത്തോളം കാലം ഇങ്ങനെ അങ്ങോട്ട് പോകും. ഓക്കെ, ചേട്ടൻ ഏത് രീതിയിലാണ് ഇപ്പോൾ റിട്ടയർമെൻറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ സേവിങ്സ് ആണോ അതല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് പോലുള്ള സേവിങ്സ് തന്നെയാണ്. നമ്മളിപ്പോൾ അത് ഇപ്പോൾ ഒരു പെൺകുട്ടി ആയാലും നമ്മൾ അവളുടെ വിവാഹത്തിന് ആവശ്യമുള്ളതല്ല, പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ ഒരു ഇത് അവിടെ കഴിയണില്ല. നമ്മളിപ്പോൾ ജോലി സംബന്ധമായിട്ട് നമുക്കത് അവിടെ സ്റ്റോപ്പായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ജീവിക്കാനുള്ള ഒരു ഇത് നമ്മൾ ഇത് റെഡിയാക്കണമല്ലോ. അതിൻ്റെ ഒരു ഭാഗവും നമ്മളത് മാറ്റി വെച്ചിട്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ. പക്ഷേ അത് ഫുള്ളായിട്ട് അല്ല നമ്മൾ ഉദ്ദേശിക്കണം. ഇപ്പം മക്കളുടെ കാര്യങ്ങൾ, ഇപ്പോൾ 3 പേര് ഇപ്പോൾ പഠിക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ ഒരു പെൺകുട്ടി ആയി കഴിഞ്ഞാലും നമുക്കത് അവളുടെ വിവാഹം, മറ്റുള്ള ചിലവുകൾ, കാര്യങ്ങൾ, അതൊക്കെ ഇതിൻ്റെ അകത്തുനിന്നാണ് നമ്മൾ ഇത് ചെയ്യും. റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? നമ്മളൊക്കെ എന്ത് റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യാനാ? ഓക്കെ, റിട്ടയർമെൻറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുവാണ്. ഇപ്പോൾ നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ? ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിലവിൽ. പിന്നെ തൊണ്ട കൊണ്ടാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് ആ അവസ്ഥ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ആക്കി ജീവിച്ചോളും. ഓക്കെ, ഓക്കെ. ഇപ്പോഴുള്ള ചേട്ടൻ്റെ ചിലവും കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പുള്ള ചേട്ടൻ്റെ ചിലവും തമ്മിൽ എന്ത് വ്യത്യാസം? നല്ല വ്യത്യാസമുണ്ട്. കാരണം ഇപ്പം ഒന്നും പറ്റണില്ല എന്നുള്ളതാണ് സത്യം. കാരണം അന്നത്തെ ഒരു കാലഘട്ടം നമ്മുടെ ഒരു 90 പഠിത്തത്തിൻ്റെ കാര്യം അവിടെ വെച്ചിങ്ങനെ നോക്കുമ്പോൾ നമ്മളിവിടെ വെച്ച് കഴിയുമ്പോഴേക്കും രണ്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരുപാട് വ്യത്യാസമുണ്ട്. ടൊമ്മിച്ചൻ ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. റിട്ടയർമെൻറ്റിനെ കുറിച്ച് ആളുകൾ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഞങ്ങളുടെ ടീം അംഗങ്ങൾ എറണാകുളത്ത് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ചെന്ന് പല വ്യക്തികളുമായിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തുകയുണ്ടായി. അതിൽ നിന്ന് ഞങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നിരവധി ഇൻസൈറ്റ്സുകൾ ലഭിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിരവധി വ്യക്തികൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള വ്യക്തികൾ ചിന്തിക്കുന്ന ഒരു കാര്യം, റിട്ടയർമെൻ്റ് എന്നത് അവർ ഫേസ് ചെയ്യേണ്ട ഒരു ചലഞ്ചല്ല എന്നതാണ്. അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാനൊരു ജസ്റ്റ് ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറയാം. ഇതൊരു പച്ചിലയാണ്. ഈ ഒരു പച്ചിലയ്ക്ക് എന്ത് സംഭവിക്കും? കുറച്ച് കഴിയുമ്പോൾ ഈ പച്ചില പതുക്കൊന്ന് പഴുക്കും. അതിനുശേഷം എന്ത് സംഭവിക്കും? കുറച്ചും കൂടി കഴിയുമ്പോൾ ഇത് ഉണങ്ങിയൊരവസ്ഥയിലേക്ക്, ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഈ പച്ചില വിചാരിക്കുന്നു ഞാൻ ഒരിക്കലും പഴുക്കില്ല, ഞാൻ ഉണങ്ങില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. കാരണം ഈ പച്ചില കുറച്ച് നാൾ കഴിയുമ്പോൾ പഴുക്കും. അതിനുശേഷം ആർക്കും വേണ്ടാത്ത ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നത് ഇപ്പം നമ്മളുടെ ഒരു പ്രകൃതിയുടെ നിയമമാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫും. ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു അവസ്ഥയിലിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം, പച്ചയായിരിക്കുന്ന അവസ്ഥ, അതായത് നല്ല ആരോഗ്യമുണ്ട്, ഇപ്പം നല്ല വരുമാനമുണ്ട്, എല്ലാം വളരെ സ്മൂത്തായിട്ട് പോകുന്ന ഒരവസ്ഥയായിരിക്കാം. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്കും അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു അവസ്ഥയിലേക്കും നമ്മൾ എത്തിച്ചേർന്നേ പറ്റൂ. വേറെ ഓപ്ഷനില്ല. നമ്മൾ ദീർഘനാൾ നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ 2 അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോയേ പറ്റൂ. വേറെ ഓപ്ഷനില്ല എന്ന കാര്യം താങ്കൾ മറക്കരുത്. അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം പറയാനുണ്ട്. എല്ലാ മാസവും നമ്മൾ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് നമ്മളൊരു വെബിനാർ ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളെ നിക്ഷേപകർക്ക് വേണ്ടിയുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വെബിനാറാണ്. താങ്കളിപ്പോൾ ഞങ്ങളെ നിക്ഷേപകനാണെങ്കിൽ താങ്കളെ റിലേഷൻഷിപ്പ് മാനേജറായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ലിങ്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. രണ്ടാമതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് റിട്ടയർമെൻറ്റ് എന്നതിനെക്കുറിച്ച് ഒരു മിക്കവർക്കും ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടില്ല എന്നതാണ്. ഇപ്പോൾ പണ്ട് കാലത്ത് ഒരു റിട്ടയർമെൻറ്റ് ലൈഫെല്ലാം നമ്മൾ കാണുന്ന സമയത്ത്, ഇപ്പം നമ്മുടെ പഴയ തലമുറയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുക,
പേരക്കുട്ടികളെല്ലാം കളിപ്പിച്ച് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുക. ഇതാണ് റിട്ടയർമെൻറ്റ് എന്നാണ് പഴയ കാലഘട്ടത്തിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം. പക്ഷേ എന്നാൽ ഇന്ന് റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിൽ വളരെ കാതലായിട്ടുള്ള ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇന്ന് റിട്ടയർമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പണത്തിന് വേണ്ടി നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ, അതായത് നമുക്കൊരു ഫിനാൻഷ്യലി ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം അവരെ പാഷനെ ഫോളോ ചെയ്യുക. ഇപ്പം ചിലവരെ സംബന്ധിച്ച് ആ സമയത്ത് ഒരു സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നതായിരിക്കാം. ചിലവരെ സംബന്ധിച്ച് ആ സമയത്ത് റിലീജിയസ് ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുന്നതായിരിക്കാം. മറ്റു ചിലവരെ സംബന്ധിച്ച് ട്രാവലിംഗ്, ഇപ്പോൾ വേൾഡ് ടൂർ നടത്തുക, ഈ തരത്തിലുള്ള പല കാര്യങ്ങളിലും, അതായത് അവരുടെ പാഷൻ എന്താണോ ആ ഒരു പാഷനെ ഫോളോ ചെയ്യുക എന്നതാണ് ഒരു മിക്കവരുടെയും ഇന്നത്തെ കാലഘട്ടത്തിലെ റിട്ടയർമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ തരത്തിൽ പണത്തിനെ ആശ്രയിക്കാതെ, ഇപ്പം നമ്മൾ പണത്തിന് വേണ്ടി പണിയെടുക്കാതെ നമ്മൾ പാഷനെ ഫോളോ ചെയ്യണമെങ്കിൽ നമ്മളൊരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയാൽ മാത്രമേ നമുക്കത് ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ച് എൻ്റെ റിട്ടയർമെൻറ്റിനെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട്, ഇപ്പം നിലവിൽ എനിക്ക് 41 വയസ്സാണ്. എൻ്റെ റിട്ടയർമെൻറ്റ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്, അതായത് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് 50ാമത്തെ വയസ്സിലാണ്. ആ സമയത്ത് ഏകദേശം ഒരു 10 കോടി രൂപയുടെ ഒരു പേഴ്സണൽ റിട്ടയർമെൻറ്റിന് വേണ്ടി മാറ്റാവുന്ന ഒരു അസറ്റ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പിന്നീട് എനിക്ക് പണത്തിൻ്റെ പുറകെ നടക്കാതെ എൻ്റെ ഒരു പാഷനെ ഫോളോ ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പ്ലാനിങ് ഇപ്പോൾ അടുത്തൊരു 8-9 വർഷത്തിനുള്ളിൽ ഒരു 10 കോടി രൂപയുടെ റിട്ടയർമെൻറ്റ് കോർപ്പസ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. എന്നാൽ ആ സമയത്ത് എൻ്റെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് നമ്മളൊന്ന് റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മളൊന്ന് ഇന്ത്യയിലത്തെ ഒരു കോമൺ ആയിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും ഒരു സിറ്റുവേഷൻ ഒന്ന് ചിന്തിക്കാം. ഇന്നിപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ 143 കോടി ജനങ്ങളുണ്ട്. ഈ 143 കോടി ജനങ്ങളിൽ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, പബ്ലിക് സെക്ടർ, ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഒരു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ലഭിക്കുന്നത്. അപ്പോൾ ഈ 3 കാറ്റഗറി കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ ഈ 143 കോടി ജനങ്ങളിൽ വെറും 2 കോടി ജനങ്ങൾ അവർ മാത്രമാണ് ഈ 3 കാറ്റഗറിയിൽ വരുന്നത്. അതായത് അവർക്ക് മാത്രമാണ് ഒരു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കിട്ടുന്ന നോർമൽ സിറ്റുവേഷനിൽ അവർക്കൊരു പെൻഷൻ പോലെ റിട്ടയർമെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ 143 കോടിയിൽ ഇപ്പോൾ 2 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 1.5%. പിന്നെ അതോടൊപ്പം തന്നെ നിലവിൽ റിട്ടയർഡ് ആയിട്ടുള്ള നിരവധി വ്യക്തികളുണ്ട്. അവരുടെ കണക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കാണാൻ സാധിച്ചത് ഏകദേശം ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ തന്നെ 60 ലക്ഷത്തോളം ആളുകൾക്ക് ഒരു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 കോടി അല്ലെങ്കിൽ 3 കോടി ജനങ്ങൾ. അപ്പോൾ 2 കോടി ഇപ്പം നിലവിൽ ഈ പറഞ്ഞ സെൻട്രൽ പബ്ലിക് പിന്നെ അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ബാക്കി ഒരു 2 അല്ലെങ്കിൽ 3 കോടി ജനങ്ങൾ ഇപ്പോൾ നിലവിൽ റിട്ടയർമെൻറ്റ് ലൈഫിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 5 കോടി ജനങ്ങൾ, 143 കോടി ജനങ്ങളിൽ വെറും 5 കോടി ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3-3.5% ആളുകൾക്ക് മാത്രമേ ഇപ്പോൾ ഇന്ത്യയിൽ അത്യാവശ്യം ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു പെൻഷൻ കിട്ടാനുള്ള വകുപ്പുകളുള്ളൂ. അപ്പോൾ ബാക്കി വരുന്ന ഏകദേശം ഒരു 97% ആൾക്കാർക്കും വേണ്ടത്ര ഒരു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കിട്ടാനുള്ള അവസ്ഥയില്ല എന്നതാണ് ഈ ഒരു കാലഘട്ടത്തിലെ ഒരു യാഥാർത്ഥ്യം. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ തരത്തിലുള്ള അവരെ സംബന്ധിച്ച് അവരുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചുള്ള ഒരു വരുമാനം അവർക്ക് കിട്ടാനുള്ള വകുപ്പുകൾ നോർമൽ സിറ്റുവേഷനിൽ കുറവാണ്. അപ്പം നോർമൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 99% ആളുകൾക്കും ഈ റിട്ടയർമെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഒരു ഫണ്ട് കണ്ടെത്തുക എന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരവധി വ്യക്തികൾക്ക് റിട്ടയർമെൻറ്റ് ശരിയായ രീതിയിൽ പ്ലാൻ ചെയ്യണമെന്നെല്ലാം ആഗ്രഹമുണ്ട്. എന്നാൽ അവരെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ ആരുമില്ല എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പം നമ്മൾ മറ്റു ഗോളുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിട്ടയർമെൻറ്റ് എന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗോളാണ്. കാരണം ഇപ്പം നോർമൽ സിറ്റുവേഷനിൽ ഇപ്പം നമ്മളിപ്പോൾ കുട്ടികളുടെ ഇപ്പോൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മാരേജ് അതെല്ലാം ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം കൊണ്ട് പ്ലാൻ ചെയ്യുന്നു. അതിനുശേഷം ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യുന്നു, അത് വെച്ച് ആ കാര്യം നടത്തുന്നു. പക്ഷേ റിട്ടയർമെൻറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് നോർമലി അതിന് 2 സ്റ്റേജ് ഉണ്ട്. ഒന്ന് അക്യുമുലേഷൻ സ്റ്റേജ്, അതായത് റിട്ടയർമെൻറ്റിന് വേണ്ടി ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ്.
അതിനുശേഷം ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജും. അപ്പോൾ നോർമലി ഇപ്പോൾ ഒരു 30ാമത്തെ വയസ്സിൽ ഒരു വ്യക്തി റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 55ാമത്തെ വയസ്സിലോ 60ാമത്തെ വയസ്സിലോ റിട്ടയർമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഏകദേശം അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു 25 അല്ലെങ്കിൽ 30 വർഷമാണ് ഈ അക്യുമുലേഷൻ, റിട്ടയർമെൻറ്റ് കോർപ്പസ് അക്യുമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ സപ്പോസ് 90 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ 60 തുടങ്ങി 90 വയസ്സ് വരെ വീണ്ടും ഒരു 30 വർഷം കൂടിയുണ്ട്. അപ്പോൾ ഈ 30 വർഷത്തേക്ക് ഈ കോർപ്പസ് ഉപയോഗിച്ച് ശരിയായ രീതിയിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുക എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നോർമലി ഇപ്പം നമുക്കറിയാം, ഇപ്പം നമുക്കിപ്പോൾ ഒരു ഹാർട്ട് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു അസുഖം വന്നു, ഹാർട്ട് അറ്റാക്ക് വന്നു, നമ്മൾ ഏതെങ്കിലും സാധാരണ ഒരു MBBS ഡോക്ടറിൻ്റെ പക്കലാണ് പോകുന്നത്. അല്ല, നമ്മളിപ്പോൾ കാർഡിയാക്കിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഏറ്റവും മികച്ച ഒരു ഡോക്ടറെ കണ്ടെത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ പക്കലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിട്ടയർമെൻറ്റ് എന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അതായത് ഇത്രയും ഈ പറഞ്ഞ പോലെ 50 വർഷം 60 വർഷമൊക്കെ നമുക്ക് ഒരു ക്യാഷ് ഫ്ലോ ഈ പറഞ്ഞ അക്യുമുലേഷനും പിന്നെ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജൊക്കെ ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ ഒരു സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന വ്യക്തികളായിട്ട് താങ്കൾ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും താങ്കൾക്ക് ഏറ്റവും നല്ലത്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പേഴ്സണലി പറയാവുന്ന ഒരു കാര്യം, ഇപ്പം FPSP, അതായത് ഫിനാൻഷ്യൽ പ്ലാനിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്, ഇപ്പോൾ അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഇന്ന് ഫിനാൻഷ്യൽ പ്ലാനിംഗ് മേഖലയിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ നൽകുന്ന ഒരു ഓർഗനൈസേഷനാണ് FPSP. അതിൻ്റെ സർട്ടിഫൈഡ്, അതായത് റിട്ടയർമെൻറ്റ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം നമ്മളെ സംബന്ധിച്ച് താങ്കളെ സംബന്ധിച്ച് ഒരു റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യമൊക്കെ ഒരു ശരിയായ രീതിയിൽ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മേഖലയിൽ അവരുടെ എക്സ്പീരിയൻസ്, കഴിവ് തെളിച്ച വ്യക്തികളായിട്ട് താങ്കൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവർക്ക് വളരെ ഈസി ആയിട്ട് ഇപ്പോൾ താങ്കളെ റിട്ടയർമെൻറ്റ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം താങ്കൾക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞങ്ങൾ ഒരു പേഴ്സണലി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇപ്പോൾ ഒരു മാസം ഞങ്ങൾ എടുക്കുന്ന ക്ലയൻറ്റിൻ്റെ എല്ലാം വളരെ ലിമിറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു പ്രീമിയം സർവീസാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്പേഴ്സ് ലിമിറ്റ് ചെയ്തില്ലെങ്കിൽ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സർവീസ് അവർക്ക് കൊടുക്കാൻ സാധിക്കില്ല. താങ്കൾക്ക് ഞങ്ങളെ പ്രീമിയം റിട്ടയർമെൻറ്റ് സർവീസ് താങ്കൾക്ക് വേണമെങ്കിൽ താങ്കൾക്ക് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിൽ താങ്കൾക്ക് വാട്സാപ്പ് വഴിയോ കോൾ ചെയ്തോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ആ സമയത്ത് നമ്മളെ ഒരു ക്രൈറ്റീരിയാസ് ഉണ്ട്. ഈ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ നമുക്ക് നമ്മുടെ പേഴ്സണലൈസ്ഡ് സർവീസ് കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റുവട്ടത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഈ റിട്ടയർമെൻറ്റിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന വ്യക്തികളെ കണ്ടെത്തുക, അവരായിട്ട് ഇരുന്നിട്ട് ഒന്ന് വ്യക്തമായിട്ടൊന്ന് പ്ലാൻ ചെയ്തിട്ട് താങ്കൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ താങ്കളെ സംബന്ധിച്ച് താങ്കളുടെ റിട്ടയർമെൻറ്റ് വളരെ ഭംഗിയായിട്ട് താങ്കൾക്ക് പ്ലാൻ ചെയ്ത് പോകാൻ സാധിക്കും. ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിൽ പ്രത്യേകിച്ച് റിട്ടയർമെൻറ്റ്, പാസീവ് ഇൻകം ഈ പറഞ്ഞ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട വളരെ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.